they argued that if a petition filed by accused number 8 on 27 February 2017 was not investigated എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഈ പ്രതിഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പരാതി അത് അന്വേഷിച്ചില്ല, വേണ്ടതുപോലെ അന്വേഷിച്ചില്ല എന്ന കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. ഡേറ്റിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ കൂടി അങ്ങനെ കൂടി ഈ 1117 പേജിൽ പറയുന്നുണ്ട്. അതായത് ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു കോൺസ്പിറസി നടന്നു തനിക്കെതിരെ എന്ന് ദിലീപ് കോടതി ധരിപ്പിക്കുന്നു അഭിഭാഷകൻ മുഖേന. അതിൽ ADGP B സന്ധ്യ അടക്കം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം കൂടി ദിലീപിന്റെ അഭിഭാഷകൻ കോടതി അറിയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ദിലീപ് ഫയൽ ചെയ്ത ഒരു പെറ്റീഷൻ, ദിലീപ് ആ രീതി അതുമായി ബന്ധപ്പെട്ട നൽകിയൊരു പരാതി അത് അന്വേഷിച്ചില്ല എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നാലെ ദ സ്റ്റോറി ഈസ് സർക്കുലേറ്റഡ് ഇൻ ദി മീഡിയ അബൌട്ട് വിച്ച് അക്യൂസ് നമ്പർ 8 മെയ്ഡ് കംപ്ലൈന്റ് വേർ ആൻഡ് അഗെയിൻസ്റ്റ് അക്യൂസ് നമ്പർ 8 ടു ഇംപ്ലിക്കേറ്റ് ഹിം എന്ന് പറഞ്ഞ് ഈ വിധിപ്പകർപ്പിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിന് പിന്നാലെ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെയും ദിലീപിന് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന കാര്യങ്ങൾ കൂടി ഈ കോടതി ഈ 1117 പേജിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. തുടർ പേജുകളിലാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉള്ളത്. അത് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അങ്ങനെ 300 പേജുള്ള ഒരു വലിയ ഭാഗത്താണ് ദിലീപുമായി ബന്ധപ്പെട്ട് ഈ കോടതി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വിപിൻ, നമുക്കിനി അറിയേണ്ടത് ഇതിൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക്, അതായത് ചില കാര്യങ്ങൾ, എന്തൊക്കെ ആരോപണങ്ങൾ ദിലീപിന് മേൽ, 8ാം പ്രതിയായ ദിലീപിന് മേൽ ചുമത്തപ്പെട്ടു, അത് ഓരോന്നും എങ്ങനെയാണ് കോടതി തള്ളിക്കളയുന്നത് എന്ന കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് എത്തേണ്ടതുണ്ട്. ആ വിശദാംശങ്ങൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ വിപിൻ? പ്രജിൻ, അതായത് 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയും ഇപ്പോൾ 8ാം പ്രതിയായി പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ദിലീപും തമ്മിലുള്ള ഒരു പണമിടപാട് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിവരം ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അത്തരത്തിൽ ഒരു പണം കൈമാറിയതിന്റെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിലേക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നു. അതായത് ഇതിൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ഇതൊരു ബലാത്സംഗത്തിനുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നു. ആ കൊട്ടേഷനായിട്ട് ഒരു ഗൂഢാലോചന നടത്തിയതിലെ പ്രധാനി 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപാണ് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനമായിട്ടുള്ള വാദം. എന്നാൽ ഈ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള അത്തരത്തിലൊരു പണം ഇടപാട് നടന്നതിന് അത് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രോസിക്യൂഷന്. അന്വേഷണ സംഘത്തിന് അതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതും ദിലീപ് പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനെ വലിയ രീതിയിൽ മുഖവിലക്കെടുക്കുന്നില്ല. പക്ഷെ അത്തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ ഒരു ആദ്യത്തെ പ്രതികൾ പിടിയിലായതിനു ശേഷം ഇതിലേക്ക് തന്നെ കൂടി കൊടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ളവരുടെ ഒരു നേതൃത്വം തനിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് പ്രതിഭാഗം പ്രധാനമായും എടുത്തു പറയുന്നുണ്ട്. ആ വിവരങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താൻ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു, തന്റെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലേക്ക് ഒന്നും തന്നെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ല, ദിലീപിലേക്ക് എത്തുന്നതിനുള്ള ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ വിധിപ്പകർപ്പിൽ നിന്ന് പ്രാഥമികമായി വായിച്ചെടുക്കാം. അതിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട കണ്ണിയായ, അതായത് ഒരു കൊട്ടേഷൻ നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. അങ്ങനെ ഒരു കൊട്ടേഷൻ നടന്നു എന്നുള്ളത് തെളിയിക്കുന്നതിനുള്ള പണമിടപാട് നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത് തെളിയിക്കാവുന്ന രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് ഹാജരാക്കുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കൂടുതൽ വ്യക്തമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു വായന ഇതിൽ വേണം. കാരണം ഓരോ പേജും ഓരോ തുടർച്ചയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ B ശ്രീകുമാർ മേനോന്റെ പേര്, TP സെൻകുമാറിന്റെ പേര് ഒക്കെ ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഏത് രീതിയിൽ, ഏത് ഭാഗങ്ങളിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് കൂടുതൽ വായന വേണം. എന്നാൽ ഈ ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് ഏറ്റവും പ്രധാനമായിരുന്നു. ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വിധിപ്പകർപ്പിലുണ്ട്. വിധിപ്പകർപ്പിൽ അതിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അത് എങ്ങനെ അത് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.